നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30-ക്ക് പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരുടെ ശിക്ഷയിന്മേലുള്ള വാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി. ശിക്ഷയുടെ കാര്യത്തിൽ വേർതിരിവ് പാടില്ലെന്നും എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ വിവരിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണം എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയല്ലേ എന്നും മറ്റുള്ളവർ സഹായികളല്ലേ എന്നും കോടതിയുടെ നിരീക്ഷണം അതും വാദത്തിനിടെയുണ്ടായി. ജഡ്ജിയുടെ ഭൂതവും ഭാവിയും തിരയരുതെന്ന് പുറത്തു നടക്കുന്ന ചർച്ചകളിലെ അതൃപ്തി വ്യക്തമാക്കി കോടതി മുന്നറിയിപ്പ് നൽകി. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു സുരേഷ്, വിപിൻ സി വിജയൻ, S വിജയകുമാർ. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഏതാണ്ട് 2 മണിക്കൂറിലേറെ നീണ്ട പ്രതിവാദങ്ങളായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിലേക്കാണ്? അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്, ചില പരാമർശങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് അല്ലാതെ ഒരു വാദപ്രതിവാദം മറ്റുള്ളവർക്ക് കേൾക്കാൻ സാഹചര്യമുണ്ടായത്. വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ശിക്ഷയിന്മേലാണ് വാദം നടന്നത്. അതിനെല്ലാം അപ്പുറത്ത് ഈ കോടതി നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ ഹണിയം വർഗീസ് പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഹണിയം വർഗീസിന്റെ പശ്ചാത്തലം നിങ്ങൾ തിരഞ്ഞോളൂ, പക്ഷേ ഈ കോടതി നടപടികൾ ഏതെങ്കിലും ഘട്ടത്തിൽ വളച്ചൊടിക്കാനാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും. കുറെ നാളുകളായി ഇങ്ങനെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് പല ഘട്ടങ്ങളിലായി പലതും പറയുന്നുണ്ട്. ഇനി അത് അനുവദിക്കാനാകില്ല എന്ന ഹണിയം വർഗീസ് പറഞ്ഞുകൊണ്ടാണ് ഈ ശിക്ഷയിന്മേലുള്ള വാദത്തിലേക്ക് കടന്നത്. വളരെ ശക്തമായ വാദം. ആദ്യത്തെ 6 പ്രതികളാണ് ഈ ശിക്ഷ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. പ്രോസിക്യൂഷനാണ് തുടങ്ങിയത്. പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. 376D, അതോടൊപ്പം തന്നെ 120B, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട്. 120B തെളിഞ്ഞ പശ്ചാത്തലത്തിൽ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒരു വേർതിരിവുമില്ലാതെ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണം എന്നുള്ളതായിരുന്നു ആ പ്രോസിക്യൂഷന്റെ ആവശ്യം. കോടതി പക്ഷേ വ്യക്തമാക്കുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി A1 ആണ്. A1 ആയ പൾസർ സുനിയാണ്. കൂട്ടബലാത്സംഗം അതിന്റെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. ഈ ബലാത്സംഗം നടത്തിയത് അത് A1 ആയ പൾസർ സുനിയാണ്. പക്ഷേ 120B എന്ന ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോയിന്റൽ പ്രിൻസിപ്പൾ വരുന്ന ഘട്ടത്തിലാണ് മറ്റ് 6 പ്രതികൾ ഈ കേസിലേക്ക് വരുന്നതെന്ന് കോടതി പറഞ്ഞു. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. നിലവിൽ ഈ കേസിലെ എല്ലാ പ്രതികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് പൾസർ സുനിക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം തന്നെ നടന്നത്. അതുകൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ ഒരു വേർതിരിവും ഉണ്ടാകരുതെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഓരോ പ്രതികളായി അവരുടെ വാദങ്ങൾ പറഞ്ഞു. പൾസർ സുനി വ്യക്തമാക്കിയത് തനിക്ക് തന്റെ കുടുംബ പശ്ചാത്തലം പരിഗണിക്കണം, കുടുംബത്തിലെ അവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണ്. അതല്ലാതെ ഒപ്പം തന്നെ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇതൊരു അതിക്രൂര ബലാത്സംഗം എന്ന് വിലയിരുത്താനാകില്ല എന്ന പൾസർ സുനിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. നിർഭയ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യം കോടതിയിൽ നടന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു താരതമ്യം ഇവിടെ സാധ്യമല്ല എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി ശിക്ഷയിൽ ഇളവ് നൽകണം, ജയിലിൽ കിടന്ന കാലാവധി പരിഗണിക്കണം എന്നായിരുന്നു പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം. മറ്റു പ്രതികളുമൊക്കെ സമാനമായ വാദങ്ങളാണ് ഉന്നയിച്ചത്. മണികണ്ഠൻ പറഞ്ഞത് തനിക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, 9 വയസ്സുള്ള മറ്റൊരു കുഞ്ഞുണ്ട്, ഈ കുടുംബത്തിന്റെ ഏക അത്താണി താനാണ്, തനിക്ക് ഈ കേസുമായി നേരിട്ട ഒരു ബന്ധവുമില്ല, താൻ ഈ കേസിലെ പ്രതികളുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് താൻ ഈ കേസിൽ തെറ്റ് ചെയ്തിട്ടില്ല, തനിക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് മണികണ്ഠൻ വ്യക്തമാക്കുന്നു. 5-6 പ്രതികളുടെ അഭിഭാഷകൻ പറഞ്ഞത് ഈ ക്രൈം നടക്കുന്ന സമയത്ത് അവർ ഈ മറ്റു പ്രതികളുമായി ഒരു സംസാരവും നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഇതിന്റെ ഭാഗമാക്കാൻ പറ്റുക? പക്ഷേ കുറ്റക്കാരെന്ന് കോടതി ഇതിനോടൊപ്പം തന്നെ വിധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതങ്ങനെ ആകുന്നില്ല. പക്ഷേ അവരുടെ ശിക്ഷാവിധിയിന്മേൽ ഒരു ഇളവ് നൽകണം എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. A2 ആയ മാർട്ടിനാണ് ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതിയോട് പറഞ്ഞ് തന്നെ ശിക്ഷിക്കരുതെന്ന് മാർട്ടിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും ആദ്യം അറസ്റ്റിലായത് മാർട്ടിനാണ്. വളരെ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വാദം നടന്നത് 376D എന്ന കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ്. അതിൽ പ്രധാനമായി കോടതി തന്നെ ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. 1-ാം പ്രതിയായ പൾസർ സുനിയാണ് ഇതിൽ ബലാത്സംഗം നടത്തിയിരിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് 120B എന്ന വകുപ്പ് നിലനിന്ന പശ്ചാത്തലത്തിൽ ജോയിന്റൽ പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കുറ്റകൃത്യത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അവർക്കെതിരെ
കൂട്ടബലാത്സംഗം എങ്ങനെ നിലനിൽക്കും എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ 120B തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ഉറപ്പായും മറ്റു പ്രതികൾക്കെതിരെ മറ്റു വകുപ്പുകൾ നിലനിൽക്കും എന്നായിരുന്നു പ്രോസിക്യൂഷനെതിരെ എതിർത്ത് പറഞ്ഞത്. ഒരു അഭിഭാഷകൻ A3യുടെ അഭിഭാഷകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. A3യുടെ അഭിഭാഷകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് റേപ്പ് എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ച ഘട്ടത്തിൽ കോടതി അതിനെ എതിർത്തു. ഇതൊരു ഇൻ ക്യാമറ പ്രൊസീഡിംഗിൽ നടന്ന ഒരു വാദമാണ്. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് പറയരുത്. ഒപ്പം ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾ കോടതിക്കകത്തും പുറത്തുമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനി അനുവദിക്കാനാകില്ല എന്ന ജസ്റ്റിസ് വിഷ്ണു കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടറാണ്. അപ്പോൾ കോടതി തുടക്കത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജഡ്ജിയുടെ ഭൂതവും ഭാവിയും തിരയുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു മുന്നറിയിപ്പ് പറയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്ന് പറയുന്നു. അവസാനവും ആ തരത്തിലേക്ക് കോടതി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം 2 ഘട്ടങ്ങളിലായി നടത്താൻ ഇടയായത്? ടേക്ക് ഇറ്റ് ആസ് എ വാർണിംഗ് എന്നാണ് ഹണിയം വർഗീസ് വ്യക്തമാക്കിയത്. അതായത് മാധ്യമപ്രവർത്തകരോടും അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരോടും ടേക്ക് ഇറ്റ് ആസ് എ വാർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പല നടപടികളും പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്. ഹണിയം വർഗീസിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിച്ചോളൂ, അതിലെനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ കേസിന്റെ നടപടികൾ വളച്ചൊടിക്കുകയും അത് തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അത് അനുവദിക്കാനാവില്ല, അത് അംഗീകരിക്കാനാവില്ല. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് അത് ഉണ്ട് എന്ന് കരുതി അതിന്റെ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെ വരെയാണെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ലക്ഷ്മണ രേഖ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് വളരെ കൃത്യമായി വാണിംഗ് എന്ന വാക്കാണ് ജസ്റ്റിസ് ഹണിയം വർഗീസ് ഉപയോഗിച്ചത്. ആ വാണിംഗ് എന്ന വാക്കിൽ തുടർച്ചയായാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കേസിന്റെ വാദം എത്തുന്ന ഘട്ടത്തിലാണ് A3യുടെ അഭിഭാഷകൻ A4ന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ കേസിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് റേപ്പിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോയപ്പോൾ കോടതി ഇടപെട്ടത് തടഞ്ഞ് അതിന് പിന്നാലെ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യം പ്രോസിക്യൂഷൻ വളരെ ശക്തമായി ആ അഭിഭാഷകനെ എതിർത്തിരുന്നു. ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആണ്, നിലവിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത്, ശിക്ഷയിന്മേലുള്ള വാദമാണെന്ന് അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവിടെ ഞാനുണ്ട് അത് തടയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കോടതി തന്നെ നേരിട്ട് ആ വാദത്തെ എതിർത്ത് വളരെ കൃത്യമായി പറഞ്ഞത് ഈ കോടതിക്കകത്തും പുറത്തും നടന്ന ചില കാര്യങ്ങൾ അനാവശ്യമായ രീതിയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, അതിനി അനുവദിക്കാനാകില്ല എന്ന ഹണിയം വർഗീസ് നിലപാടെടുക്കുന്നതും ഇന്ന് കണ്ടു. ശിക്ഷയിന്മേൽ വാദം കഴിഞ്ഞിരിക്കുന്നു. 3:30 മണിക്ക് കൃത്യമായി ശിക്ഷയിന്മേൽ വിധി പ്രസ്താവം ഉണ്ടാകും. ഇതിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിർഭയ കേസുമായി ഇതിനെ താരതമ്യം ചെയ്തത്. ഒപ്പം പൾസർ സുനിയുടെ പശ്ചാത്തലം അത് നേരത്തെ ചില കേസുകൾ ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ ആ കേസുകളിൽ കൺവിക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ചില കേസുകൾ അക്വിറ്റഡ് ആയിട്ടുണ്ട്. നിലവിൽ പൾസർ സുനിക്കെതിരെ ഒരു കേസില്ല എന്ന് പറഞ്ഞു. ഒപ്പം പൾസറിന്റെ കുടുംബ പശ്ചാത്തലം കൂടി പരിഗണിക്കണമെന്ന പൾസറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയപ്പോൾ ലെറ്റ് മീ സി എന്ന വാക്കാണ് കോർട്ട് ഉപയോഗിച്ചത്. ലെറ്റ് മീ സി എന്ന വാക്ക് കോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി ശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത്. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡന്റിലാണ്. പ്രോസിക്യൂഷൻ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞത് പരമാവധി ശിക്ഷ, അതായത് 20 വർഷം മുതൽ അതിനങ്ങോട്ടേക്ക് ജീവപര്യന്തം വരെയുള്ള ശിക്ഷ നൽകണം. എല്ലാ പ്രതികൾക്കും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷ തന്നെ നൽകണം. ശിക്ഷയിൽ ഒരു വേർതിരിവും പാടില്ല. 1-ാം പ്രതിയാണ് പ്രധാന അക്യൂസ് എന്ന് കോടതി ആവർത്തിച്ച് പറയുമ്പോഴും അതങ്ങനെയല്ല. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കൃത്യമായി ഈ കുറ്റകൃത്യത്തിലെല്ലാം പങ്കുണ്ട്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അവരാണ് ഇതിൽ പരമാവധി സഹായം പൾസർ സുനിക്ക് നൽകിയത്. ആ സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബലാത്സംഗം പോലും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ബലാത്സംഗം പോലും നടക്കില്ലായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ചില കമന്റുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കമന്റുകളായിരുന്നു. അത് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാൽ പോലും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹണിയം വർഗീസിനെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണം പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ജഡ്ജുമായി ബന്ധപ്പെട്ടുള്ള പല വ്യക്തിഹത്യകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചില അഭിഭാഷകർ തന്നെ അതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. അതിനെല്ലാമുള്ളൊരു മറുപടി കൂടി നൽകിക്കൊണ്ടാണ് ഈ കേസിന്റെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഇന്ന് ആരംഭിച്ചത്. കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ ഹണിയം വർഗീസ് എടുത്തിട്ടുണ്ട്. ഒപ്പം ചില അനുബന്ധ ഹർജികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ചില പ്രത്യേക കോടതി അലക്ഷ്യ ഹർജികൾ, ആ ഹർജികൾ 18-ാം തീയതി പരിഗണിക്കും. ഒപ്പം ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പാസ്പോർട്ട് ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് ആവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി 18-ാം തീയതി പരിഗണിക്കും. പൾസർ സുനിയുടെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പൾസർ സുനിയുടെ അമ്മ ഹൈക്കോടതിയിൽ ഈ വിചാരണ കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയും 18-ാം തീയതി പരിഗണിക്കും. നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് 7.5 വർഷത്തെ നിയമ പോരാട്ടം, സങ്കീർണമായ നിയമ പോരാട്ടം, ഒരുപാട്, അതായത് ഈ കോടതി മുതൽ രാഷ്ട്രപതിയുടെ ഓഫീസ് വരെ കയറിയ ഒരു കേസ്. ആ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ജീവപര്യന്തമോ 20 വർഷമോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ഉണ്ടാകുമോ? പ്രതികൾ പറഞ്ഞ ഈ 2 മുതൽ 6 വരെ പ്രതികൾ പറഞ്ഞ കൂട്ടബലാത്സംഗം നിലനിൽക്കില്ല എന്ന വസ്തുത കോടതി ഏത് രീതിയിൽ ഏറ്റെടുക്കും, അല്ലെങ്കിൽ കോടതി ഏത് രീതിയിലായിരിക്കും അതിനെ പരിഗണിക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇനി മണിക്കൂറുകൾ, ഏകദേശം 1-2-1.5 മണിക്കൂർ മാത്രമാണ് ഈ ലോകം അല്ലെങ്കിൽ
അല്ലെങ്കിൽ ക്ഷമിക്കണം, രാജ്യം കാത്തിരുന്ന ഈ കേസിന്റെ വിധി പ്രസ്താവനയ്ക്ക് ഉള്ളത്. ഈ മാസം 8-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവം ഉണ്ടായത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുക്കുകയും അവർക്ക് ഈ കേസിന്റെ ഭാഗമാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ 7 മുതൽ 10 വരെയുള്ള പ്രതികൾ A8 ആയ ഗോപാലകൃഷ്ണൻ എലിയാസ് ദിലീപ് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാണ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദം ഇന്ന് നടന്നത്. ഈ കേസിൽ A3യുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. A1 to A8 അവരുടെ ഗൂഢാലോചന തെളിയിക്കാൻ ഇതുവരെ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ബാക്കിയുള്ള പ്രതികളുടെ ഗൂഢാലോചന നിലനിൽക്കുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സങ്കീർണമായ നിയമ നടപടികളുടെ ആദ്യഘട്ട പര്യവസാനത്തിലേക്ക് പോകുകയാണ്. ഇതിനുശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ നമ്മൾ കാത്തിരിക്കുന്ന വിധി പ്രസ്താവം ഉണ്ടാകും. അതാണ് ഈ കേസിലെ ഏറ്റവും ഒരുപക്ഷെ ശിക്ഷാവിധിക്ക് അപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ നോക്കിക്കാണുന്നത് ആ വിധി പ്രസ്താവമാണ്. എവിടെയാണ് പ്രോസിക്യൂഷന് ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ A1 ആയ പൾസർ സുനിയും A8 ആയ ദിലീപും തമ്മിലുള്ള ഈ പറയുന്ന കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോയത്, എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ തെളിവുകളിൽ പാളിച്ച സംഭവിച്ചു എന്നൊക്കെ ഉണ്ടാകുന്നത് ആ വിധി പ്രസ്താവത്തിലാണ്. ആ വിധി പ്രസ്താവത്തിന്റെ പകർപ്പ് ഇന്ന് വൈകിട്ട് പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകുന്ന നടപടിയിലേക്ക് കടക്കുക. 3:30 മണിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ജഡ്ജ് ഹണിയം വർഗീസ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി പറയുന്നു, ശിക്ഷാവിധി പറയുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ശിക്ഷാവിധിയാണ് പറയുക. 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 2018 ജനുവരിയിലാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 7.5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഹണിയം വർഗീസ് ആ കേസിന്റെ ശിക്ഷാവിധി പറയാൻ പോകുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.